ഇറാനിൽ യുദ്ധഭീതി ഉയരുന്നതിനിടെ ഇസ്ഫഹാൻ പ്രവിശ്യയിൽ സൈനിക ഹെലികോപ്റ്റർ തകർന്നു വീണു. പഴങ്ങളുടെ മൊത്ത വ്യാപാര മാർക്കറ്റിലാണ് ഹെലികോപ്റ്റർ ഇടിച്ചു കയറിയത്. അപകടത്തിൽ ഇതുവരെ 4 പേർ മരിച്ചു. ഇറാനിലെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാൻ പ്രവിശ്യയിൽ ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുകയാണ്. ഇറാനിയൻ സൈന്യത്തിന്റെ വ്യോമയാന യൂണിറ്റിന്റേതായിരുന്നു ഹെലികോപ്റ്റർ എന്നും ഇസ്ഫഹാൻ പ്രവിശ്യയിലെ ഖമേനി ഷഹർ കൗണ്ടിയിലെ ഡാർച്ചെ നഗരത്തിലെ പഴം പച്ചക്കറി മാർക്കറ്റ് പ്രദേശത്ത് തകർന്നു വീണുവെന്നും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി അഫിലിയേറ്റഡ് ചെയ്ത തസ്നിം ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സാങ്കേതിക തകരാറാണ് അപകടത്തിന് കാരണമെന്ന് ഏജൻസി അറിയിച്ചിട്ടുണ്ട്. പൈലറ്റും സഹ പൈലറ്റും 2 മാർക്കറ്റ് വ്യാപാരികളും സംഭവത്തിൽ കൊല്ലപ്പെട്ടു. ഇറാന്റെ വ്യോമ സുരക്ഷാ റെക്കോർഡ് മോശമാണെന്നും ഇടയ്ക്കിടെയുള്ള അപകടങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും 1979 ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് വാങ്ങിയ വിമാനങ്ങളിൽ പലതും അറ്റകുറ്റപ്പണികൾക്കായി യഥാർത്ഥ സ്പെയർ പാർട്സ് ഇല്ലെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ആഴ്ച ഇറാന്റെ പദവി വ്യോമസേനയുടെ US നിർമ്മിത F-4 യുദ്ധവിമാനം പടിഞ്ഞാറൻ ഹമദാൻ പ്രവിശ്യയിൽ പരിശീലന പറക്കലിനിടെ തകർന്നു വീണ ഒരു പൈലറ്റ് കൊല്ലപ്പെട്ടിരുന്നു. ഇറാന്റെ ദീർഘകാല വ്യോമയാന സുരക്ഷാ വെല്ലുവിളികൾ അന്താരാഷ്ട്ര ഏജൻസികൾ ഉയർത്തിക്കാട്ടി. സാങ്കേതിക തകരാറ് മൂലമാണ് അപകടമുണ്ടായതെന്നും ഇറാനിയൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കൃത്യമായ കാരണം അജ്ഞാതമായി തുടരുകയാണ്. ഇറാനെ ആക്രമിക്കുമെന്ന് US ഭീഷണിപ്പെടുത്തിയ സമയത്താണ് ഈ അപകടം. യുറേനിയം സമ്പുഷ്ടീകരണവും ആണവായുധങ്ങളും സംബന്ധിച്ച ഇറാനും അമേരിക്കയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ ഇതുവരെ ഒരു നിഗമനത്തിൽ എത്തിയിട്ടില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വിഷയത്തിൽ വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. അമേരിക്കയുടെ ഭീഷണിക്ക് മറുപടിയായി ഇറാൻ സൈന്യം നിലവിൽ അതീവ ജാഗ്രതയിലാണ്. കാരണം രാജ്യത്തുടനീളം US സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഇറാനെ ആക്രമിക്കാനുള്ള ഓപ്ഷനും ട്രംപ് പരിഗണിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഇറാന്റെ പദവി വ്യോമസേനയുടെ US നിർമ്മിത F-4 യുദ്ധവിമാനം പടിഞ്ഞാറൻ പ്രവിശ്യയായ ഹമദാനിൽ പരിശീലന പറക്കലിനിടെ തകർന്നു വീണ ഒരു പൈലറ്റ് കൊല്ലപ്പെട്ടു. അതേസമയം ഇറാന്റെ പ്രഹരശേഷിയുള്ള ദൂരത്തിൽ 2 വിമാനവാഹിനി കപ്പൽ ഗ്രൂപ്പുകൾ ഒന്നിച്ചു കൂടുന്നതിനാൽ ഒരു പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതിനായി വ്യാഴാഴ്ച ജനീവയിൽ അവസാനഘട്ട ചർച്ചകൾക്കായി ഉന്നത ചർച്ചാ പ്രതിനിധികൾ യോഗം ചേരാൻ പദ്ധതിയിടുന്നുണ്ട്. നയതന്ത്രമോ US ലക്ഷ്യമിട്ടുള്ള ഏതെങ്കിലും പ്രാരംഭ ആക്രമണമോ ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കണമെന്ന തന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്നില്ലെങ്കിൽ വരും മാസങ്ങളിൽ ആ രാജ്യത്തെ നേതാക്കളെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള വലിയൊരു ആക്രമണം പരിഗണിക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് ഉപദേശകരോട് പറഞ്ഞതായി ആഭ്യന്തര ഭരണ ചർച്ചകളെക്കുറിച്ച് വിശദീകരിച്ച ആളുകൾ പറഞ്ഞു. സൈനിക സംഘർഷം ഒഴിവാക്കുന്നതിനുള്ള അവസാനഘട്ട ചർച്ചകൾക്കായി അമേരിക്കയിൽ നിന്നും ഇറാനിൽ നിന്നുമുള്ള ചർച്ചകൾ വ്യാഴാഴ്ച ജനീവയിൽ നടക്കും. എന്നാൽ ചർച്ചകൾ പരാജയപ്പെട്ടാൽ US നടപടിക്കുള്ള ഓപ്ഷനുകൾ മിസ്റ്റർ ട്രംപ് തൂക്കി നോക്കുകയാണ്. അന്തിമ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ലെന്നും ആണവായുധം നിർമ്മിക്കാനുള്ള കഴിവ് ഉപേക്ഷിക്കാൻ ഇറാൻ നേതാക്കൾ തയ്യാറാകണമെന്നും അവർക്ക് കാണിച്ചു കൊടുക്കുന്നതിനായി വരും ദിവസങ്ങളിൽ ഒരു പ്രാരംഭ ആക്രമണം നടത്താൻ ട്രംപ് ചായ്വുള്ളവനാണെന്നും ഉപദേഷ്ടാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.